Hi everyone. In this video, we'll be discussing the preparation of process account with abnormal loss. നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത preparation of process account with normal loss ആണ്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് abnormal lossനെ പറ്റിയിട്ടാണ്. So in this video, we'll be discussing what is abnormal loss, how you calculate the abnormal loss units, how you calculate the value of abnormal loss, how you prepare a process account with treatment of abnormal loss, and how you prepare an abnormal loss. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ പഠിക്കുക. abnormal loss എന്താണെന്ന് പഠിക്കും, abnormal lossന്റെ യൂണിറ്റ്സ് എങ്ങനെ കിട്ടുമെന്ന് പഠിക്കും, ആ abnormal loss യൂണിറ്റ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കും, പ്രോസസ് അക്കൗണ്ടിൽ ഈ abnormal loss എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിക്കും, and finally we'll learn how to prepare a abnormal loss account also. ഇതെല്ലാം കൂടി വെച്ചിട്ടുള്ള കൺസോളിഡേറ്റഡ് പ്രോബ്ലം നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഒരു ഹോംവർക്കും ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും, ഈ വീഡിയോയിലുണ്ട്. സോ യു പീപ്പിൾ ഹാവ് ടു ഡു ദാറ്റ് സം. ഓക്കെ, സോ നമ്മൾ അത് ആദ്യം അബ്നോർമൽ ലോസ് എന്താണെന്നുള്ളതിലേക്ക് പോവാം. വാട്ട് ഈസ് അബ്നോർമൽ ലോസ്? അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഒറ്റ സിംഗിൾ സെന്റൻസിൽ അല്ലെങ്കിൽ ഒറ്റ വേർഡിൽ പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് if actual output is less than the normal output or if the actual output what we got is less than what we normally expected. That is called abnormal loss. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് 1000 യൂണിറ്റ് ഉണ്ടാക്കാനാ, പക്ഷെ നമുക്ക് കിട്ടിയത് 800 യൂണിറ്റ്സേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ? കിട്ടിയതെന്ന് പറയുന്നതാണ് ആക്ച്വൽ ഔട്ട്പുട്ട്, പ്രതീക്ഷിച്ചിരുന്നതാണ് നോർമൽ ഔട്ട്പുട്ട്. അപ്പൊ if the actual output is less than the normal output, that is called abnormal loss. മനസ്സിലായോ? അതായത് അതാണ് ഇവിടെ ഫോർമുല ഇങ്ങനെ വരുന്നത്. abnormal loss is equal to നോർമൽ ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ ഔട്ട്പുട്ട്. നോർമൽ അല്ലേ കൂടുതൽ നിൽക്കുന്നത്, നമ്മൾ 1000 പ്രതീക്ഷിച്ചിരുന്നു, നമുക്ക് കിട്ടിയത് 800 ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഫോർമുല എന്ത് വന്നത്? നോർമൽ ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു അബ്നോർമൽ ലോസ്. അബ്നോർമൽ ലോസിനെ നമുക്ക് ലോസിന്റെ ടേംസിലും എന്താന്ന് പറയാ, അതായത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ലോസിനേക്കാൾ കൂടുതൽ ലോസ് വന്നാൽ that is called abnormal loss. അപ്പോൾ abnormal loss is equal to actual loss minus normal loss. മനസ്സിലായി? actual loss minus, എന്തുകൊണ്ടാണ് actual loss വരാൻ കാരണം? actual loss is more than the normal loss. അല്ലേ? പ്രതീക്ഷിച്ചതിനേക്കാൾ actual loss പ്രതീക്ഷിച്ചിരുന്ന 50 യൂണിറ്റേ ഉള്ളൂ, നോർമൽ ലോസ് 60 യൂണിറ്റ് വന്നാൽ നോർമൽ പ്രതീക്ഷിച്ചിരുന്ന 50 യൂണിറ്റേ ഉള്ളൂ, ആക്ച്വൽ ലോസ് 60 യൂണിറ്റ് വന്നാൽ അവിടെ എന്താണ്? നമ്മൾ പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ ലോസ് വന്നു. അപ്പൊ അത് അബ്നോർമൽ ലോസ് ആണ്. അപ്പൊ അബ്നോർമൽ ലോസ് കണ്ടുപിടിക്കാൻ രണ്ട് ഫോർമുല ഉണ്ട്. ഇതിൽ ഏത് ഫോർമുല വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ അവൈലബിലിറ്റി, കണ്ടന്റ് അവൈലബിലിറ്റി ഇൻ ദ ക്വസ്റ്റ്യൻ. അപ്പൊ ഔട്ട്പുട്ടിനെ പറ്റിയിട്ട് ആക്ച്വൽ ഔട്ട്പുട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെന്ന് വെച്ചാൽ ഈ ഫോർമുല ഉപയോഗിച്ചാൽ മതി. ആക്ച്വൽ ലോസും നോർമൽ ലോസും ആണ് ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആയിട്ടില്ലെന്ന് വെച്ചാൽ ഈ ഫോർമുല ഉപയോഗിച്ചാൽ മതി. സാധാരണ നിലയിൽ ഈ ഫോർമുലയാണ് അധികം ഉപയോഗിക്കുന്നത്. പ്രോബ്ലത്തിൽ മുഴുവൻ ഈ ഫോർമുലയാണ് സാധാരണ തന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ കിട്ടിയോ? അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ അതിന്റെ യൂണിറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? അബ്നോർമൽ ലോസ് ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് സെൻസിൽ പറയുകയാണെങ്കിൽ നോർമൽ ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ ഔട്ട്പുട്ട്. ഇൻപുട്ട് ലോസിന്റെ സെൻസിൽ പറയുകയാണെങ്കിൽ ആക്ച്വൽ ലോസ് മൈനസ് നോർമൽ ലോസ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ അബ്നോർമൽ ലോസ് വരുന്നത്, അല്ലെങ്കിൽ എന്താണ് അബ്നോർമൽ ലോസ്, അത് നമുക്ക് നോക്കാം. നമ്മൾ എങ്ങനെയാണ് അബ്നോർമൽ ലോസിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാന്ന് പഠിച്ചു കഴിഞ്ഞു. അബ്നോർമൽ ലോസിന്റെ യൂണിറ്റ്സ് എങ്ങനെ കിട്ടുക? ഈ ഫോർമുലയാണ് അപ്ലൈ ചെയ്യേണ്ടത്. എന്താണ് അബ്നോർമൽ ലോസ്? അതായത് എന്തെങ്കിലും അബ്നോർമൽ കണ്ടീഷൻ വഴി ലോസ് സംഭവിച്ചാലാണ് അബ്നോർമൽ ലോസ് ഉണ്ടാവുക. എന്തൊക്കെയാണ് അബ്നോർമൽ കണ്ടീഷൻസ്? അതായത് പുവർ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ, പ്ലാൻ ബ്രേക്ക് ഡൗൺ, ആക്സിഡൻസ്, കെയർലെസ്നെസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളതല്ല. പ്രതീക്ഷിക്കാണ്ട് വന്നിട്ടുള്ള, എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ വിട്ടു വന്നിട്ടുള്ള ലോസുകളാണ് ഈ കേസുകളൊക്കെ. ഇതൊക്കെ നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നോർമൽ ലോസ് നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ അബ്നോർമൽ ലോസ് നമുക്ക് കൺട്രോൾ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ ലോസ് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ഇനി അപ്പൊ ഒറ്റ സിംഗിൾ സെന്റൻസിൽ എന്താ പറയുന്നത്? എന്താ അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്? എനി ലോസ് ഓവർ ആൻഡ് അബവ് ദ നോർമൽ ലോസ് ഇസ് കോൾഡ് അബ്നോർമൽ ലോസ്. ഇത് ഈ സെൻസിൽ, ഈ സെന്റൻസിന് ഈ ഫോർമുലയുടെ എക്സ്പ്ലനേഷൻ ആണ് എഴുതി. എനി ലോസ് ഓവർ ആൻഡ് അബവ് ദ നോർമൽ ലോസ് ഇസ് കോൾഡ് ദ അബ്നോർമൽ ലോസ്. അങ്ങനെയാണെങ്കിൽ എന്താ അബ്നോർമൽ ഗെയിൻ, abnormal loss in terms of output? When the actual output is less than the normal output, then there is abnormal loss.
ഈ ഫോർമുലയിൽ തന്നെ നിങ്ങൾക്ക് ഡെഫിനിഷൻ ഉണ്ടാക്കാം. Abnormal loss is equal to when the actual output is less than the normal output, there is abnormal loss. Or when the actual loss is more than normal loss, there is abnormal loss. ഇനി നമ്മളിപ്പോ എന്താ പഠിച്ചത്? ഇപ്പൊ എന്താണ് abnormal loss നോക്കി, എങ്ങനെയാണ് abnormal loss യൂണിറ്റ്സ് കിട്ടാമെന്ന് നോക്കി. ഇനി ആ യൂണിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ യൂണിറ്റിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ആ വാല്യൂ കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എന്താ ഫോർമുല പറയുന്നത്? പ്രോസസ് കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻടു യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ലോസ്. ഇതാണ് ഫോർമുല. പ്രോസസ് കോസ്റ്റ് എന്ന് പറയുന്നത് ആ പ്രോസസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരുന്ന ടോട്ടൽ. സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ് എന്ന് പറയുന്നത് അതായത് ഇത് മൊത്തം കോസ്റ്റ് ആണ്. ഈ കോസ്റ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇൻകം ആണ് ഈ സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ്. അപ്പൊ അത് കുറച്ചാലാണ് നെറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ നെറ്റ് എക്സ്പെൻസ് ഓഫ് പ്രോസസ് കിട്ടുള്ളൂ. അത് കിട്ടിയിട്ട് ആ കിട്ടിയ നെറ്റ് കോസ്റ്റിനെ യു ആർ ഡിവൈഡിങ് ബൈ ദ നോർമൽ ഔട്ട്പുട്ട്. നെറ്റ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇസ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ദാറ്റ് പ്രോസസ്. ആ കിട്ടിയ കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻടു യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ലോസ് ചെയ്യുമ്പോൾ വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് കിട്ടും. അപ്പൊ ഈ ഫോർമുല മനസ്സിലാക്കി വെക്കുക. എന്താ വാല്യൂ ഓഫ് അബ്നോർമൽ ലോസിന്റെ ഫോർമുല? പ്രോസസ് കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ് എന്ന് പറഞ്ഞപ്പോൾ ടോട്ടൽ പ്രോസസ് കോസ്റ്റ് ആണ് ഈ കിട്ടുക, അല്ലെങ്കിൽ നെറ്റ് പ്രോസസ് കോസ്റ്റ് ആണ് കിട്ടുന്നത്. അത് ഷുഡ് ബി ഡിവൈഡഡ് ബൈ ദ നോർമൽ ഔട്ട്പുട്ട്. സോ യു ഗെറ്റ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ദാറ്റ് പ്രോസസ്. That thing you have to multiply by the number of abnormal loss units. So you get the value of abnormal loss. ഇനി ഇപ്പൊ നമ്മൾ എന്തൊക്കെ നോക്കി? പ്രോസസ് അബ്നോർമൽ ലോസ് എന്താണെന്ന് നോക്കി, അബ്നോർമൽ ലോസിന്റെ യൂണിറ്റ്സ് എങ്ങനെ കിട്ടുമെന്ന് നോക്കി, അബ്നോർമൽ ലോസിന്റെ വാല്യൂ എങ്ങനെ കിട്ടുമെന്ന് നോക്കി. ഇനി നമ്മൾ ഒരു പ്രോസസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഇത് ഞാനൊരു സാമ്പിൾ കാണിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കി അറിയാം, നമ്മൾ എല്ലാ എക്സ്പെൻസുകളും ഡെബിറ്റ് സൈഡിൽ എഴുതും. അപ്പൊ മെറ്റീരിയൽ, ലേബർ എക്സ്പെൻസസ് ഞാൻ എഴുതി. മെറ്റീരിയലിന് മാത്രം യൂണിറ്റ് ഉണ്ടാവും. അപ്പൊ ആ യൂണിറ്റ് കോളത്തിൽ ആ യൂണിറ്റ് എഴുതി. വേറെ ഒന്നും ഡെബിറ്റ് സൈഡിൽ എഴുതാനില്ലെങ്കിൽ ഞാനത് ടാലി ചെയ്തിടാം. അബ്നോർമൽ ലോസ് ഉള്ള മിക്ക കേസുകളിലും നോർമൽ ലോസും ഉണ്ടാകും. ഇനി ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കാരണം നോർമൽ ലോസിനെ വിട്ടിട്ട് വരുന്നതാണല്ലോ അബ്നോർമൽ ലോസ് വരുന്നത്. അപ്പൊ നോർമൽ ലോസ് എന്താണെന്ന് വെച്ചാൽ ആ യൂണിറ്റ്സ് നമ്മൾ എഴുതാം. ഈ നോർമൽ ലോസിന് ക്വസ്റ്റ്യനിൽ സ്ക്രാപ്പ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ഈ എമൗണ്ട് എഴുതും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണത്. ഇനി നമ്മൾ അബ്നോർമൽ ലോസ് എഴുതും. അപ്പൊ അബ്നോർമൽ ലോസ് എഴുതുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? യൂണിറ്റ്സ്. ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവണം. വർക്കിംഗ് നോട്ടിൽ നമ്മൾ ഈ യൂണിറ്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ടാവണം. യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഫോർമുല എന്താ? ഒന്നെങ്കിൽ ഔട്ട്പുട്ട് വെച്ചിട്ട് കണ്ടുപിടിക്കണേന്ന് വെച്ചാല് നോർമൽ ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ലോസ് വെച്ചിട്ട് കണ്ടുപിടിക്കണേന്ന് വെച്ചാല് ആക്ച്വൽ ലോസ് മൈനസ് നോർമൽ ലോസ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ യൂണിറ്റ്, ഈ എമൗണ്ട് കിട്ടും, അല്ല ഈ യൂണിറ്റ് കിട്ടും. ഈ വാല്യൂ എങ്ങനെയാ കിട്ടുന്നത്? അതാണ് നമ്മൾ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത്. വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് ഇസ് ഈക്വൽ ടു പ്രോസസ് കോസ്റ്റ്. അതായത് ഈ ടോട്ടൽ ഇതിൽ നിന്ന് ആകെ കൂടി നമുക്കൊരു കിട്ടുന്ന ഇതാണ് നമ്മുടെ എക്സ്പെൻസ് അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ആ കോസ്റ്റിന് നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പെൻസ്, ഒരു ഇൻകം എന്ന് പറയുന്നത് ആകെ കൂടി എന്താണ്? ഈ നോർമൽ ലോസ് വിറ്റ് കിട്ടിയപ്പോൾ സ്ക്രാപ്പ് വാല്യൂ ആണ്, അത് കുറച്ചു. അപ്പൊ നെറ്റ് കോസ്റ്റ് കിട്ടി. നെറ്റ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട്. നോർമൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ ഇത് ഇൻപുട്ട് എന്ന് പറയുന്നത് ഈ കോളത്തിന്റെ ഈ ടോട്ടൽ മൈനസ് ഈ നോർമൽ ലോസിന്റെ യൂണിറ്റ്സ് ലെസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രോസസ് കിട്ടി. അതേ ഇൻറ്റു ഈ അബ്നോർമൽ ലോസിന്റെ യൂണിറ്റ്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ വാല്യൂ കിട്ടും. അതാണ് ഇവിടെ പറയുന്ന ഈ ഫോർമുല. അല്ലെങ്കിൽ ഈ ഫോർമുല നിങ്ങൾ അങ്ങനെ തന്നെ അപ്ലൈ ചെയ്താൽ മതി. പ്രോസസ് കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട്. അപ്പൊ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. അതേ ഇൻറ്റു യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ലോസ് ചെയ്യുമ്പോൾ ഈ വാല്യൂയും കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഈ ടോട്ടൽ ഇവിടേക്ക് എടുത്ത് എഴുതിയ ബാലൻസിങ് ഫിഗർ ആണ് ബൈ നെക്സ്റ്റ് ഔട്ട്പുട്ട് ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസിന്റെ അവിടെ വരുന്നത്. ഇതാണ് ഒരു പ്രോസസ് അക്കൗണ്ട് വരാം. ഇനി അത് അബ്നോർമൽ ലോസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഈ എൻട്രി ഇവിടെ എഴുതിയിട്ടുള്ള ഈ ബൈ അബ്നോർമൽ ലോസ് അക്കൗണ്ട് എന്ന് പറയുന്ന എൻട്രി ആണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എന്താ എൻട്രി? അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോസസ് അക്കൗണ്ട്. അപ്പൊ ഞാനിവിടെ എഴുതി ടു പ്രോസസ് അക്കൗണ്ട്. ഈ സെയിം യൂണിറ്റ് ഇവിടെ എഴുതി, ഈ സെയിം എമൗണ്ട് ഇവിടെ എഴുതി. അതായത് ഈ പോസ്റ്റിംഗ് ആണ് ഞാൻ ഇവിടെ എഴുതിയത്. ഇനി ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ അബ്നോർമൽ ലോസിന് സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെന്ന് പ്രത്യേകം പറയും. ചില കേസുകളിൽ ക്വസ്റ്റ്യനിൽ നോർമൽ ലോസിന്റെ സ്ക്രാപ്പ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് അബ്നോർമൽ ലോസിനും ഉണ്ട് എന്നുള്ള അസംഷനിലാണ് ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ സ്ക്രാപ്പ് വാല്യൂ കിട്ടുമ്പോൾ നമുക്ക് ഇൻകം ആണല്ലോ.
അപ്പോൾ നമ്മൾ ബൈ ക്യാഷ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ക്യാഷ് കംസ് ഇൻ അല്ലേ. അപ്പോൾ നമ്മൾ അബ്നോർമൽ ലോസിന് സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ അബ്നോർമൽ ലോസിന് സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ക്വസ്റ്റ്യനിൽ നോർമൽ ലോസിന് സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ അബ്നോർമൽ ലോസിനും അതേ റേറ്റിൽ സ്ക്രാപ്പ് വാല്യൂ കിട്ടുമെന്നാണ് നമ്മുടെ അസംഷൻ. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതി ബൈ ക്യാഷ് യൂണിറ്റ്സ് ഈ യൂണിറ്റ് ഈ റെഡ് കളറിൽ എഴുതിയ ഈ യൂണിറ്റ്സ് ആണ് ഇവിടെ എഴുതുന്നത്. ഇതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് യൂണിറ്റ്സ് ഇൻറ്റു ഒരു യൂണിറ്റിന് സ്ക്രാപ്പ് വാല്യൂ എത്രയെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ അതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എമൗണ്ട് കോളത്തിൽ വരും. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത് പ്രോസസ് അക്കൗണ്ടിൽ അബ്നോർമൽ ലോസ് അക്കൗണ്ടിൽ വന്ന ലോസ് എന്ന് പറയുന്നത് ഈ എമൗണ്ട് ആണ്. നമുക്ക് ഈ എമൗണ്ടിൽ നിന്ന് ഒരു ഇൻകം ആയിട്ട് ഈ ഒരു എമൗണ്ട് കിട്ടി. അപ്പൊ ഇതും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നെറ്റ് ലോസ്. ആൻഡ് ദാറ്റ് നെറ്റ് ലോസ് യു ട്രാൻസ്ഫർ ടു കോസ്റ്റിംഗ് P&L അക്കൗണ്ട്. അതാണ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അതാണ്. നോക്കി നോക്കൂ. The value of abnormal loss is debited to abnormal loss account and credited to process account. Value of abnormal loss is debited to abnormal loss account. കണ്ടോ ഡെബിറ്റ് ചെയ്തു. Credited to process account ഇവിടെ ക്രെഡിറ്റ് ചെയ്തു. ഇനി അടുത്ത പോയിന്റ് എന്താ പറഞ്ഞത്? If abnormal loss units have a scrap value, abnormal loss unitsന് സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ അതൊരിക്കലും പ്രോസസ് അക്കൗണ്ടിൽ വരില്ല. നോർമൽ ലോസിന് സ്ക്രാപ്പ് വാല്യൂ ഉണ്ടായിരുന്നപ്പോൾ പ്രോസസ് അക്കൗണ്ടിൽ വന്നു. പക്ഷെ abnormal ലോസിന് സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ അത് ഇവിടെ വരില്ല. ദാറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു abnormal loss account. ആ വാല്യൂവിനെ നമ്മൾ abnormal loss അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. abnormal loss അക്കൗണ്ടിലാണ് നമ്മൾ ആ വാല്യൂ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് the balance of abnormal loss account represents the real loss transferred to costing P&L account. അതല്ലേ ഇവിടെ പറഞ്ഞത് നെറ്റ് ലോസ് ഫ്രം abnormal loss ആണ് കോസ്റ്റിംഗ് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. So these are the things we have discussed. അപ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കി? abnormal loss എന്താണെന്ന് നോക്കി, abnormal lossന്റെ യൂണിറ്റ്സ് എങ്ങനെ കിട്ടുമെന്ന് നോക്കി, abnormal lossന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും നോക്കി. ഇനി abnormal loss വരുമ്പോൾ പ്രോസസ് അക്കൗണ്ടിൽ അത് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കി. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. 1000 units of raw material were introduced to process 1 at ₹20 per unit. Direct material and other expenses were 5,000 and 3,000 respectively. It is estimated that 10% of the units introduced to the process are normally lost, which has a scrap value of ₹10 per unit. The actual output of the process were 850 units to be transferred to process 2. Prepare process 1 account, normal loss account and abnormal loss account. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് പ്രോസസ് അക്കൗണ്ട് ആദ്യം വരയ്ക്കാം. പ്രോസസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഇത് വരയ്ക്കുന്നതിന് മുമ്പ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വർക്കിംഗ് നോട്ട്സ് ചെയ്യാം. വർക്കിംഗ് നോട്ടിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നോർമൽ ഔട്ട്പുട്ട് ആദ്യം കണ്ടുപിടിക്കുക. ഇതിപ്പോൾ നിങ്ങളുടെ ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ ആൻസർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ അത് കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു നോട്ട്ബുക്കിൽ അല്ലെങ്കിൽ ടെക്സ്റ്റിൽ നിങ്ങൾ ഇത് എഴുതിയിട്ട് പോവുക. നോർമൽ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു എന്താ നോർമൽ ഔട്ട്പുട്ടിന്റെ ഫോർമുല? നോർമൽ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ്. എത്ര ഇൻപുട്ട്? 1000 യൂണിറ്റ്സ് ഓഫ് റോ മെറ്റീരിയൽ വർ ഇൻട്രൊഡ്യൂസ്. അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്നത് 1000 ആണ്. എത്രയാണ് നോർമൽ ലോസ്? 10% of the units introduced are normally lost. എന്ന് പറഞ്ഞാൽ 1000 10% 100. അപ്പോൾ what is normal output? Normal output is equal to input minus normal loss. That means 1000 minus 100 is equal to 900 units. അത് എഴുതിയിടുക. വർക്കിംഗ് നോട്ട്സ് ചെയ്യാതെ. അപ്പൊ നോർമൽ ഔട്ട്പുട്ട് is equal to 900 units. അത് കിട്ടിയല്ലോ. ഇനി അടുത്തത് യു കമ്പയർ. ക്വസ്റ്റ്യനിൽ ആക്ച്വൽ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. കമ്പയർ ആക്ച്വൽ ഔട്ട്പുട്ട് വിത്ത് നോർമൽ ഔട്ട്പുട്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ആദ്യം നിങ്ങൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അക്കൗണ്ട് വരച്ചാൽ മതി. അപ്പൊ കമ്പയർ നോർമൽ ഔട്ട്പുട്ട് വിത്ത് ആക്ച്വൽ ഔട്ട്പുട്ട്. നോർമൽ ഔട്ട്പുട്ട് 900 യൂണിറ്റ്സ് ആണ്. ആക്ച്വൽ ഔട്ട്പുട്ട് 850 യൂണിറ്റ്സ് ആണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ആക്ച്വൽ ഔട്ട്പുട്ട് ഇസ് ലെസ് ദാൻ ദ നോർമൽ ഔട്ട്പുട്ട്. അപ്പൊ ഇവിടെ abnormal loss ആണ്. As the actual output is less than the normal output, there is abnormal loss. അപ്പോൾ abnormal loss എഴുതുക. Abnormal loss is equal to ഫോർമുല എഴുതാലോ നിങ്ങൾക്ക്. എന്താ abnormal lossന്റെ ഫോർമുല? നോർമൽ ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിന്റെ ഫോർമുല എടുത്താൽ മതി. കാരണം ഇവിടെ ആക്ച്വൽ ലോസ് തന്നിട്ടില്ല. ആക്ച്വൽ ഔട്ട്പുട്ട് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള അപ്പോൾ ഔട്ട്പുട്ടിന്റെ ഫോർമുല ഉപയോഗിക്കുക. നോർമൽ ലോസ് ഇസ് ഈക്വൽ ടു abnormal loss is equal to normal output minus actual output. Normal output is 900 units. Actual output is 850 units. ഞാൻ ഈ പറയുന്നത് കേട്ട് അപ്പോൾ ബുക്കിൽ എഴുതി വെച്ച് പോവാ കേട്ടോ. ഇനി
അപ്പോൾ നമുക്ക് ഡിഫറൻസ് കിട്ടി. Therefore abnormal loss is equal to രണ്ട് നമ്മളെ ഡിഫറൻസ് എത്രയാ 50 യൂണിറ്റ്സ് വന്നു. അപ്പോൾ abnormal loss 50 യൂണിറ്റ്സ് കിട്ടി. അതും വർക്കിംഗ് നോട്ടിൽ എഴുതിയിടാം. ഇനി നമ്മൾ എന്താ abnormal lossന്റെ യൂണിറ്റ്സ് നമുക്ക് കിട്ടി. ഇനി അടുത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? വാല്യൂ ഓഫ് abnormal loss കാണാം. അപ്പോൾ അതെടുത്ത് എഴുതാം. വാല്യൂ ഓഫ് abnormal loss is equal to വാല്യൂ ഓഫ് abnormal loss ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. വാല്യൂ ഓഫ് abnormal loss is equal to ഇതേപോലെ കണ്ടുപിടിക്കണം. എന്താണ് ഫോർമുല? ടോട്ടൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻടു യൂണിറ്റ്സ് ഓഫ് abnormal loss. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഈ പ്രോസസ്സിന്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 28,000. അതിൽ നിന്ന് നമുക്ക് കിട്ടി ഇത് കോസ്റ്റ് ആണ്. ഈ കോസ്റ്റിന് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വരുമാനം എന്ന് പറയുന്നത് എന്താ? ഈ 1000 rupees ആണ്. അത് ലെസ് ചെയ്യുമ്പോഴാണ് നെറ്റ് കോസ്റ്റ് വരിക. 28,000 മൈനസ് 1,000 ഇസ് 27,000 ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട്. എത്ര നോർമൽ ഔട്ട്പുട്ട് നമുക്ക് ഓൾറെഡി കണ്ടു കിട്ടിയിട്ടുണ്ട്? 900 യൂണിറ്റ്സ് അല്ലേ? അപ്പൊ 900 യൂണിറ്റ് നോക്കി. 28,000 മൈനസ് 1,000 ഡിവൈഡഡ് ബൈ 900 യൂണിറ്റ്സ് ഇൻടു 50 is equal to 1 into 50 എന്താ? into units of abnormal loss. Units of abnormal loss 50 ആണ്. അപ്പൊ നമുക്ക് 1500 രൂപ വാല്യൂ കിട്ടി. അപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? abnormal loss ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു. അതെങ്ങനെ കണ്ടുപിടിച്ചത്? നോർമൽ ഔട്ട്പുട്ട് ആദ്യം കണ്ടുപിടിച്ചു. എന്നിട്ട് ആക്ച്വൽ ഔട്ട്പുട്ട് നോർമൽ ഔട്ട്പുട്ട് കമ്പയർ ചെയ്തു. അപ്പൊ അവിടെ abnormal loss ഉണ്ടെന്ന് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ abnormal lossന്റെ യൂണിറ്റ്സ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. abnormal lossന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നോർമൽ ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ ഔട്ട്പുട്ട്. മൂന്നാമത് നമ്മൾ വാല്യൂ ഓഫ് abnormal loss കണ്ടുപിടിച്ചു. അതിന് 1500 രൂപയും കിട്ടി. ഇനി നമുക്ക് പ്രോസസ് അക്കൗണ്ട് വരയ്ക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. പ്രോസസ് അക്കൗണ്ടിന്റെ ബേസിക് കാര്യങ്ങൾ അറിയാവുന്നത് വരെ പ്രോസസ് അക്കൗണ്ട് വരച്ചിട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വർക്കിംഗ് നോട്ട് ആയിട്ട് ഇത് ചെയ്താൽ മതി. അറിയാന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ്റെ തന്നുള്ള സാധനങ്ങളൊക്കെ പ്രോസസ് അക്കൗണ്ടിൽ ആദ്യം എഴുതിയിടുക. എന്നിട്ട് അടിയിൽ വർക്കിംഗ് നോട്ട് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പൊ ഈ വാല്യൂ ഒക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതിൽ നിന്ന് തപ്പിയെടുത്ത് എക്സ്പെൻസ് കോസ്റ്റ് എത്രയാ, സ്ക്രാപ്പ് വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ പോസ്റ്റ് ചെയ്ത് വെച്ച് ഇത് നോക്കി എഴുതാൻ കുറച്ചുകൂടി ഈസിയാണ്. അപ്പൊ ആദ്യം നിങ്ങൾ എന്നാ ഒരു കാര്യം ചെയ്തോളൂ. പ്രോസസ് അക്കൗണ്ടിൽ ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആയ ഇൻഫോർമേഷൻ വെച്ച് പ്രോസസ് അക്കൗണ്ട് എഴുതി വെക്കുക. കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടെ ഒന്നും abnormal loss ഒന്നും കിട്ടില്ല. ഈ സൈഡിലത്തെ 3 വാല്യൂ എഴുതാൻ പറ്റും. ഈ നോർമൽ ലോസും എഴുതാൻ പറ്റും. ബാക്കിയുള്ളത് പിന്നെ അടിയിൽ വർക്കിംഗ് നോട്ട് ആയിട്ട് നോർമൽ ഔട്ട്പുട്ട് കണ്ടുപിടിക്കുക, ആക്ച്വൽ ഔട്ട്പുട്ട് നോർമലും കമ്പയർ ചെയ്യുക, abnormal loss കിട്ടും, അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അത് അടിയിൽ വർക്കിംഗ് നോട്ട് ആയിട്ട് ചെയ്യാം. ഇനി അപ്പൊ നമ്മൾ പോസ്റ്റ് ചെയ്യണം നോർമൽ ലോസ് അക്കൗണ്ട് പ്രോസസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ 1000 യൂണിറ്റ്സ് മെറ്റീരിയൽ, അതിന്റെ വാല്യൂ 20 per യൂണിറ്റ് എന്ന് പറയുമ്പോൾ 1000 into 20 20,000 വന്നു. ലേബർ 5,000 rupees എഴുതി, യൂണിറ്റ്സ് എഴുതാനില്ല. എക്സ്പെൻസസ് 3,000 rupees എഴുതി, യൂണിറ്റ്സ് എഴുതാനില്ല. അപ്പൊ വേറെ ഒന്നും ഇവിടെ എഴുതാനില്ലാത്തതുകൊണ്ട് ഞാൻ ഈ കോളം ടാലി ചെയ്തു, അല്ലെ ടോട്ടൽ ചെയ്തിട്ടു. നോർമൽ ലോസ് വന്നിട്ട് 10 യൂണിറ്റ്സ് ഓഫ് യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ 1000ന് 10% 100 യൂണിറ്റ്സ്. അതിന് സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെന്ന് പറയുന്നത് 10 per യൂണിറ്റ്. സോ 100 into 10 1000 rupees. ഇനി ഈ abnormal loss അപ്പൊ ഇവിടം വരെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ വർക്കിംഗ് നോട്ട് ഒക്കെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരാം. abnormal loss നമുക്ക് കിട്ടിയത് എത്രയാ? 50 യൂണിറ്റ്സ് കിട്ടി. അതിന്റെ വാല്യൂ കിട്ടിയത് 1500. ഇത്രയും എഴുതാം. ഇനി നമുക്ക് വേറെ ഒന്നും എഴുതാനില്ല. ക്വസ്റ്റ്യൻ തന്ന എല്ലാ ഇൻഫോർമേഷനും എഴുതി കഴിഞ്ഞു. ആക്ച്വൽ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട് 850 യൂണിറ്റ്സ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ ആക്ച്വൽ ഔട്ട്പുട്ട് ആണല്ലോ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പൊ ഞാൻ എഴുതി ബൈ പ്രോസസ് ടു അല്ലെങ്കിൽ ഔട്ട്പുട്ട് ട്രാൻസ്ഫർ ടു ദ നെക്സ്റ്റ് പ്രോസസ്. അത് 850 ആണ് ഇവിടെ തന്നിട്ടുണ്ട്. തന്നിട്ടില്ലെങ്കിൽ തന്നെ ബാലൻസ് ചെയ്താൽ മതി. 1000 മൈനസ് 150 850 തന്നെയാണ് വരിക. അത് 850 എഴുതി. അപ്പൊ ഈ കോളം ടാലി ആയി. ഇനി ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ? 28,000 നിന്ന് 2,500 കുറയ്ക്കുമ്പോൾ 25,500 വന്നു. അപ്പൊ ഇതും കിട്ടിയല്ലോ. അപ്പൊ ഈ അക്കൗണ്ട് കഴിഞ്ഞത് ബാലൻസിങ് ഫിഗർ ആണ്. ഈ എമൗണ്ട് ബാലൻസിങ് ഫിഗർ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? 820 ഒന്നെങ്കിൽ രണ്ട് തരത്തിൽ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കുന്നത് 30 per യൂണിറ്റ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നെങ്കിൽ 25,500 ഡിവൈഡഡ് ബൈ 850 ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 30 ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. 30 into 50 ആണ് ഈ 1500 വന്നത്. ഇത് എങ്ങനെ 30 കിട്ടിയത്? ടോട്ടൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ചെയ്താൽ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടുന്ന abnormal ലോസിന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. ടോട്ടൽ കോസ്റ്റ് is 28,000 മൈനസ് സ്ക്രാപ്പ് വാല്യൂ is 1000. അപ്പൊ 27,000 ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട്. നോർമൽ ഔട്ട്പുട്ട് is 900 യൂണിറ്റ്സ്. സോ യു ഗെറ്റ് ₹30 per യൂണിറ്റ്. ഓക്കെ, അപ്പൊ പ്രോസസ് അക്കൗണ്ട് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ നോർമൽ ലോസ് അക്കൗണ്ട് വരയ്ക്കുന്നു. നോർമൽ ലോസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഈ പറഞ്ഞ എൻട്രി അവിടേക്ക് വരുന്നു. നോർമൽ ലോസ് അക്കൗണ്ടിൽ abnormal loss account debted to process normal loss account debted to process 100,000 to process 100,000. ഇനി അതിന് സ്ക്രാപ്പ് വാല്യൂ നമുക്ക് കിട്ടുമ്പോൾ ബൈ ക്യാഷ് 100,000. രണ്ടും ടാലി ആയി പോകും. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. abnormal loss account വരയ്ക്കുമ്പോൾ
ഈ എൻട്രി വരും. അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പ്രോസസ് 1 51,500. അപ്പോൾ അത് ഞാൻ ഇവിടെ എഴുതി. അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പ്രോസസ് 1 51,500. ഈ ക്വസ്റ്റ്യനിൽ അബ്നോർമൽ ലോസിന് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നില്ല, മൊത്തത്തിൽ ഒരു സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൂ. നോർമൽ ലോസിന് സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ അബ്നോർമൽ ലോസിന് ഉണ്ട് എന്നാണ് അസംഷൻ. അപ്പോൾ 10 per unit ഞാൻ സ്ക്രാപ്പ് വാല്യൂ കൊടുക്കുകയാണ്. അത് കിട്ടും, നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതാണ്. ക്യാഷ് കംസ് ഇൻ. അപ്പോൾ ഞാനിവിടെ ബൈ ക്യാഷ് എഴുതി. 50 യൂണിറ്റ്സ് ആണുള്ളത്. 50 into 10 500 എഴുതി. അപ്പോൾ ഇതിനർത്ഥം എന്താ? 1500 രൂപയുടെ അബ്നോർമൽ ലോസ് നഷ്ടം വന്നെങ്കിലും 500 രൂപ സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് ഇൻകം കിട്ടി. അപ്പോൾ അൾട്ടിമേറ്റ് ലോസ് എത്രയേ ഉള്ളൂ? 1000 rupees ഉള്ളൂ. ആ 1000 ഞാൻ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? കോസ്റ്റിംഗ് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ക്ലിയർ? ഇവിടെ തന്നിട്ടുള്ള ഈ വർക്കിംഗ് നോട്ട് നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ. എനിക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത പാറ്റേൺ ആണ് ഈസി ആയിട്ട് തോന്നുന്നത്, അതുകൊണ്ട് ഞാനത് പറഞ്ഞു. ഇനി നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഫോളോ ചെയ്യാം. ഇനി 2 questions ആണ് ഇവിടെ ഉള്ളത്. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഇറ്റ് ഈസ് വെരി സിമിലർ വിത്ത് ദ വൺ വാട്ട് വി ഹാവ് ജസ്റ്റ് എക്സ്പ്ലെയിൻഡ്. സ്ക്രാപ്പ് വാല്യൂ ഉള്ള ഒരു നോർമൽ ലോസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ അതിനേക്കാൾ ഈസിയാണ്, പക്ഷെ സ്ക്രാപ്പ് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. ഈ ക്വസ്റ്റ്യൻ നോക്കുക. മെറ്റീരിയൽ യൂസ്ഡ് 1000 units at the rate of ₹150 per unit ഉണ്ട്. വേജസ് 30,000 ഉണ്ട്. ഓവർഹെഡ് 10,000. നോർമൽ ലോസ് 5% ഓഫ് ഇൻപുട്ട്. ആക്ച്വൽ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട് 900. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് പ്രോസസ് അക്കൗണ്ട് നമുക്ക് അറിയണത് വരെ ചെയ്തു വെക്കാം. അപ്പൊ ഈ തന്ന ഇൻഫോർമേഷൻ വെച്ച് പ്രോസസ് അക്കൗണ്ട് വരയ്ക്കുകയാണ്. അപ്പൊ അതെ, പ്രോസസ് അക്കൗണ്ടിൽ ഞാൻ ടു മെറ്റീരിയൽ 1000 units അത് ഇൻറ്റു 150 1,50,000 എഴുതി. ലേബർ 30,000 എന്ന് തന്നിട്ടുണ്ട്. എക്സ്പെൻസ് 10,000 എന്ന് തന്നിട്ടുണ്ട്. അത്ര ഞാൻ എഴുതി വെച്ചു. ടോട്ടലി ഞാനൊക്കെ വരട്ടെ, അത്ര വരെ എഴുതി വെച്ചു. നോർമൽ ലോസ് അവർ പറയുന്നുണ്ട് 5%. അപ്പൊ ഞാൻ ഈ 1000ന്റെ 5% 50 units ഞാൻ ഇവിടെ എഴുതി. ഓക്കെ, ഇത്ര വരെ നമുക്ക് ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. പിന്നെ ഒരു ആക്ച്വൽ ഔട്ട്പുട്ട് അവർ തന്നിട്ട് വേണമെങ്കിൽ അത് എഴുതിയിട്ട് അതോടെ കിടക്കട്ടെ. ഇനി നമുക്ക് വർക്കിംഗ് നോട്ടിലേക്ക് പോവാം. വർക്കിംഗ് നോട്ടിൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? നോർമൽ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാം. നോർമൽ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു, ഞാൻ വർക്കിംഗ് നോട്ട് ഇവിടെ എഴുതിയിട്ടില്ല, ഞാൻ എൻ്റെ ഇത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതാം. നോർമൽ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ്. ഇൻപുട്ട് ഇസ് 1000, നോർമൽ ലോസ് ഇസ് 50. അപ്പോൾ നോർമൽ ഔട്ട്പുട്ട് എത്രയാവണം? 950 units. നോർമൽ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു 950 units. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാ? 900 units. അപ്പൊ അടിയിൽ എഴുതാം ആക്ച്വൽ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു 900 units. നോർമൽ ഔട്ട്പുട്ട് 950 unit, ആക്ച്വൽ ഔട്ട്പുട്ട് 900 units. അപ്പൊ അതിന്റെ അടിയിൽ വീണ്ടും എഴുതാം as actual output is less than normal output, difference is abnormal loss. എത്ര യൂണിറ്റ്സിന്റെ abnormal loss ഉണ്ട്? 50 യൂണിറ്റ്സിന്റെ abnormal loss ഉണ്ട്. അപ്പൊ ഞാൻ ബൈ abnormal loss. അപ്പൊ അത് ഇതൊക്കെ ഞാൻ പറയുന്നത് ഇപ്പൊ വർക്കിംഗ് നോട്ടിലേക്ക് അക്കൗണ്ടിലേക്ക് വരാൻ വരട്ടെ. അപ്പൊ abnormal loss is 50 units കിട്ടി. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? വാല്യൂ ഓഫ് abnormal loss കാണണം. വാല്യൂ ഓഫ് abnormal loss എങ്ങനെ കാണാം? ഫോർമുല അപ്ലൈ ചെയ്യുക. എന്താ നമ്മുടെ ഫോർമുല ആയിരുന്നത്? Value of abnormal loss is equal to process cost minus scrap value of normal loss divided by normal output. Actually, ഇത്രയും ഈ ഭാഗം ചെയ്താൽ നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. അതേ ഇൻറ്റു യൂണിറ്റ്സ് ഓഫ് abnormal loss ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ വെച്ചിട്ട് ആ ഇൻഫോർമേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പ്രോസസ് അക്കൗണ്ട് വെച്ച് നോക്കിക്കോളൂ. പ്രോസസ് കോസ്റ്റ് ഇസ് 1,90,000 മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഒന്നുമില്ല. അപ്പൊ 1,90,000 ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട്. നോർമൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ 950 യൂണിറ്റ്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ 1,90,000 ഡിവൈഡ് ബൈ 950 ചെയ്താൽ നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. അത് 200 ആണ് വരിക. കാരണം ഇവിടെ എഴുതിയിട്ടുള്ള ഈ 200 ആണ് അത് കിട്ടുക. ആ 200 ഇൻറ്റു 50 യൂണിറ്റ്സ് ചെയ്യുമ്പോൾ 10,000 വരും. ഓക്കെ, അപ്പൊ നമുക്ക് 50 യൂണിറ്റ്സ് കിട്ടി, അതിന്റെ വാല്യൂ 10,000 വന്നു. ഇനി നമ്മൾ അത്രയും നമ്മൾ വർക്കിംഗ് നോട്ടിൽ ചെയ്ത് വെക്കുക. അപ്പൊ വർക്കിംഗ് നോട്ടിൽ എന്തൊക്കെ ചെയ്തു? നോർമൽ ഔട്ട്പുട്ട് കണ്ടു, അബ്നോർമൽ ലോസ് കിട്ടി. അതായത് ആക്ച്വൽ ഔട്ട്പുട്ടും നോർമൽ ഔട്ട്പുട്ടും കമ്പയർ ചെയ്തപ്പോൾ അബ്നോർമൽ ലോസ് കിട്ടി, അതിന്റെ വാല്യൂ കിട്ടി. ഇത്രയും കാര്യങ്ങൾ വർക്കിംഗ് നോട്ടിൽ ചെയ്തു. ഇനി നമ്മൾ വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാം. നമ്മൾ ഇവിടം വരെ ചെയ്തിട്ട് അവസാനിപ്പിച്ചിരിക്കുക കേട്ടോ. ബൈ നോർമൽ ലോസ് എഴുതി വെച്ചിരിക്കുകയാണ്. അബ്നോർമൽ ലോസ് ഇപ്പൊ കിട്ടി. ഇനി അത് പോസ്റ്റ് ചെയ്യും. ബൈ അബ്നോർമൽ ലോസ് 50 യൂണിറ്റ്സ്, അതിന്റെ വാല്യൂ 10,000 rupees. ഇനി നമ്മൾ വേറെ ഒന്നിനും എഴുതാനില്ല. അപ്പൊ ഈ ഡെബിറ്റ് സൈഡ് ടാലി ചെയ്തു, ടോട്ടൽ ചെയ്തു 1000 1,90,000. അത് തന്നെ ഞാൻ ഇവിടെയും കൊണ്ട് എഴുതി. ഇനി ആക്ച്വൽ ഔട്ട്പുട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ട് 900 യൂണിറ്റ്സ്, അത് ഞാൻ ഇവിടെ എടുത്ത് എഴുതി. അപ്പോൾ ഇനി ഈ 1,80,000 കിട്ടുന്നത് ഡിഫറൻസ് നോക്കിയാൽ മതി. 1,90,000 മൈനസ് 10,000 ഇസ് 1,80,000. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ പ്രോസസ് 2 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ് ഇസ് 900 യൂണിറ്റ്സ് at the rate of ₹1,00,000 at the rate of ₹1,80,000.
കോസ്റ്റ് പെർ യൂണിറ്റ് ഇസ് ഒന്നെങ്കിൽ 1,80,000 ഡിവൈഡ് ബൈ 900 അങ്ങനെ ചെയ്താലും 200 കിട്ടും. ശരിക്കും നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് കാണുന്നത് എങ്ങനെയാ? കോസ്റ്റ് പെർ യൂണിറ്റ് കാണാൻ ഈ ഫോർമുലയാണ് ഉപയോഗിക്കുക. ടോട്ടൽ പ്രോസസ് കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട്. പ്രോസസ് കോസ്റ്റ് ഇസ് 1,90,000, സ്ക്രാപ്പ് വാല്യൂ ഇല്ല, നോർമൽ ഔട്ട്പുട്ട് 950 ആണ്. അപ്പോൾ 1,90,000 ഡിവൈഡ് ബൈ 950 ചെയ്തപ്പോൾ 200 rupees. നമ്മളത് എന്തായാലും വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് കാണാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് എഴുതിയാൽ മതി. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഫോൺ ചെയ്ത് ചോദിക്കുക, എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചോദിക്കാം. ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് പോവുക. എന്നിട്ട് ഞാനിവിടെ തന്നിട്ടുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ പ്രോബ്ലം നിങ്ങൾ എല്ലാവരും ഹോംവർക്ക് ആയിട്ട് ഈ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ചെയ്ത് വെക്കുക. ഞാൻ നെക്സ്റ്റ് വീക്കിൽ ലൈവ് ക്ലാസ്സിൽ വരുമ്പോൾ ഇതിനു മുമ്പ് നെക്സ്റ്റ് ക്ലാസ്സിലും ഇതുപോലെ ഓരോ ഹോംവർക്ക് ഉണ്ടാവും. എല്ലാം കൂടി ഒരുമിച്ച് ഞാൻ റാൻഡംലി 3-4 പേരോട് ചോദിക്കും. അവരെനിക്ക് അപ്പം തന്നെ വീഡിയോയിൽ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരേണ്ടി വരും. സോ ഗെറ്റ് റെഡി. പ്രോബ്ലം ഒക്കെ ചെയ്ത് വെച്ചോളാം എല്ലാവരും. ഈ പ്രോബ്ലം നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതുക. ഈ 2 ക്വസ്റ്റ്യൻസ്, ഇത് രണ്ടും പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആണ്. ഇത് രണ്ടും നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും എഴുതി വെക്കുക. ഓക്കെ, സോ താങ്ക് യു.